പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശന ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് UDF. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെയും കാണാൻ അൻവർ ഉച്ചയ്ക്ക് 1 മണിക്ക് പാണക്കാട്ടെത്തും. അൻവറിനെ ചേർത്ത് നിർത്താനാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെയും തീരുമാനം. ഞായറാഴ്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ അൻവർ വിഷയം ചർച്ചയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് നിർണായകമാണ്. കൂടെ കൂട്ടിയാലും ഇല്ലെങ്കിലും UDF-നോടൊപ്പം നിൽക്കാനാണ് തീരുമാനമെന്ന് P.V. അൻവർ പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായ ഈ ലേറ്റസ്റ്റ് ഇഷ്യൂവിൽ അവർ നൽകിയ ധാർമ്മിക പിന്തുണ അത് ചെറുതല്ല. അതിന് എനിക്ക് അവരോട് അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് അവർ ചെയ്തതിന് വ്യക്തിപരമായി പറയേണ്ട നന്ദി ഞാൻ ഇന്നലെ തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ UDF നേതൃത്വമായി ഞാനൊന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ഇന്ന് കാണാൻ കഴിയും എന്നാണ് കരുതുന്നത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെയും അധികം വൈകാതെ കണ്ട് ഈ മലയോര മേഖലയിൽ ഇത്രയും ദുസ്സഹമായ ഒരു സാഹചര്യം അവർക്കൊന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ഞാൻ ബോധ്യപ്പെടുത്തും. ഇപ്പൊ എല്ലാവരും ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു എതിർപ്പുണ്ട്, ഞാൻ വരുന്നതിന് അദ്ദേഹം എതിരാണ് എന്നുള്ള ഒരു എന്താ പറയാ നരേഷൻ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് ഓരോ സാഹചര്യവശാല് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ഉണ്ടായ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ വന്നിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ആളല്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹത്തോട് സംസാരിച്ച വ്യക്തിപരമായിട്ട് ധാർമ്മികമായിട്ടും പരിപൂർണ്ണ പിന്തുണയെ അദ്ദേഹം നന്ദിയിട്ടുള്ളത്. അഷ്കർ അലി കരിമ്പയും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, പാണക്കാട്ടിൽ നിന്നാണോ UDF-ലേക്കുള്ള യാത്രയുടെ തുടക്കം? അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം ഇന്ന് പാണക്കാട്ടേക്ക് P.V. അൻവർ പോകുന്നു എന്നുള്ളത് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ P.V. അൻവർ അത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1 മണിയോടെ പാണക്കാട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് എത്തി സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ P.V. അൻവർ പറഞ്ഞിരിക്കുന്നത്. UDF-ലേക്ക് P.V. അൻവർ വരണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് കൂടിയാണ്. അതിനുവേണ്ടി മുസ്ലിം ലീഗ് വലിയ സമ്മർദ്ദം നടത്തുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പാണക്കാട്ടേക്ക് P.V. അൻവർ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തുണ്ടായിരുന്ന പിന്നീട് സ്വന്തമായി പാർട്ടി രൂപീകരിച്ചിട്ട് പോലും UDF-ന്റെ ഒരു കേന്ദ്രങ്ങളിലേക്ക് ഒന്നും തന്നെ P.V. അൻവർ എത്തിയിട്ടില്ല. അതിൻ്റെ ആദ്യത്തെ ചുവട് പടിയാണ് പാണക്കാട്ടെ സന്ദർശനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ UDF-ലെ തന്നെ ഏറ്റവും പ്രബല രണ്ടാമത്തെ ഘടകകക്ഷി കൂടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ ലീഗ് നേതൃത്വമായി കൂടിക്കാഴ്ച നടത്താൻ P.V. അൻവർ എത്തുമ്പോൾ അത് UDF-ലേക്ക് P.V. അൻവറിന് വഴി തുറന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിൻ്റെ ഒരു പ്രത്യക്ഷ തെളിവ് കൂടിയാണത്. മാത്രമല്ല ഇന്ന് P.V. അൻവർ പറഞ്ഞു വെച്ച വാക്കുകൾ പോലും നമുക്കത് വായിച്ചെടുക്കാനുമാകും. ഇനി UDF അംഗീകരിച്ചാലും ഇല്ലെങ്കിലും താൻ ഒരു UDF പ്രവർത്തകനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് P.V. അൻവറുടെ പ്രസ്താവന. മാത്രമല്ല VD സതീഷിന് തനിക്കുമായി ഒരു പ്രശ്നങ്ങളുമില്ല, ഇല്ലെങ്കിൽ P.V. അൻവറിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ താൻ പറഞ്ഞതൊക്കെ തന്നെ അന്ന് ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പറഞ്ഞത് മാത്രമാണ് എന്നുള്ള ഒരു നിലപാട് വിശദീകരണം കൂടി ഇന്ന് P.V. അൻവറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. VD സതീഷിന് അടക്കമുള്ള ആളുകളുമായി ഫോണിൽ സംഭാഷണം നടത്തിയെന്നുള്ള കാര്യം ഇന്ന് P.V. അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ട്. അങ്ങനെയെങ്കിൽ UDF-ഉമായുള്ള P.V. അൻവറിന്റെ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. റോഷിപാൽ, അങ്ങനെ തന്നെയാണോ? UDF-ഉമായിട്ടുള്ള P.V. അൻവറിന്റെ ധാരണാപത്രത്തിൽ ഒപ്പിടിൽ കഴിഞ്ഞിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനി VD സതീശനും ഇക്കാര്യത്തിൽ പച്ചക്കുടി കാട്ടി എന്നാണോ മനസ്സിലാക്കുന്നത്? രാഷ്ട്രീയകാര്യ സമിതി അതിനുള്ളൊരു ഔദ്യോഗിക തീരുമാനമെടുക്കാനുള്ള വേദി മാത്രമാണോ റോഷിപാൽ? ഡോക്ടർ അരുൺകുമാർ, P.V. അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ ഭൂരിഭാഗം നേതാക്കളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ P.V. അൻവറിനെ UDF-നോട് ചേർത്ത് നിർത്തണമെന്ന അഭിപ്രായം ഉണ്ട്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. കാരണം P.V. അൻവർ LDF-നകത്ത് നിന്ന് മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ KPCC അധ്യക്ഷൻ വ്യക്തിപരമായി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ P.V. അൻവറിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനവും എടുത്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. ഏതായാലും നിലവിൽ കോൺഗ്രസിലെ കൂടുതൽ നേതാക്കൾ P.V. അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പുറത്തിറങ്ങിയതിനു ശേഷം UDF-നൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതിന് പിന്നാലെ തന്നെ നിലപാട് എല്ലാവരും മയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ലീഗ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ സ്വീകരിക്കുന്ന നിലപാടാണ് ഏറ്റവും നിർണായകമാവുക. അതിനനുസരിച്ചായിരിക്കും അൻവറിൻ്റെ UDF പ്രവേശനം ഉണ്ടാവുക.